ഈ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, വിശിഷ്ട അതിഥികളെ, ഗുരുദേവ സ്മരണകൾക്ക് നിസ്സാരമായ ഈ സുദിനത്തിൽ ഇവിടെ ഒരുക്കിയ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ അവസരം തന്ന മനസ്സുകൾക്ക് മുൻപ് ഞാൻ എൻ്റെ നന്ദി അറിയിക്കട്ടെ. ഗുരുവിൻ്റെ അനുഗ്രഹത്തിന് പാത്രീയഭൂതരായ അനവധി ശിഷ്യഗണങ്ങൾ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും. ഡോക്ടർ പൽപം കുമാരാണ് ആശാനും, ടി.K. മാധവനും, സി കേശവനും, ആർ ശങ്കറും, സഹോദരൻ കെ അയ്യപ്പനും തുടങ്ങി അനവധി ശിഷ്യ പരമ്പരയുള്ള ഒരു ഗുരുവാണ് നമ്മുടേത്. പക്ഷേ നമ്മൾ ഇന്നും ആരംഭിച്ചെടുത്തു തന്നെ നാം ഇന്നും നിൽക്കുകയാണ്. പക്ഷെ അതിൽ നിന്നുമെല്ലാം വിപരീതമായി യഥാർത്ഥ ശ്രീനാരായണ ധർമ്മം എന്താണ്, യഥാർത്ഥ ശ്രീനാരായണ ഗുരുദേവൻ എന്താണ് എന്ന് പഠിച്ചറിയുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഗുരുവിൻ്റെ അനുഗ്രഹത്തിന് പക്ഷെ അതിൽ നിന്നുമെല്ലാം വിപരീതമായി യഥാർത്ഥ ശ്രീനാരായണ ധർമ്മം എന്താണ്, യഥാർത്ഥ ശ്രീനാരായണ ഗുരുദേവൻ എന്താണ് എന്ന് പഠിച്ചറിയുവാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കണം. 1888 35 വർഷങ്ങൾക്ക് മുമ്പ് അധിഷ്ഠിത വിഭാഗക്കാർക്ക് വേണ്ടി ആദ്യമായി ഒരു ശിവക്ഷേത്രം തുറക്കപ്പെട്ടു. എവിടെയാണെന്ന് പറയാമോ? നമ്മളെ പോലെയുള്ള സാധാരണ ജനസമൂഹത്തിന് വേണ്ടി ആദ്യമായി ഒരു ശിവക്ഷേത്രം തുറക്കപ്പെട്ടത് ആറാട്ടുപുറം മംഗലത്ത എന്ന സ്ഥലത്താണ്. അതിന്റെ കാരണഭൂതരായത് ആറാട്ടുപുറ വേലായുധ പണിക്കർ എന്ന ധീരകേസരിയാണ്. ഒരിക്കൽ ഒരു ഈരവ യുവതി മൂക്കുത്തി അണിഞ്ഞ് ഒരു കല്യാണത്തിന് ചെന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന സവർണ നേതാക്കന്മാർ ആ സ്ത്രീയുടെ മൂക്കുൾപ്പെടെ അറിഞ്ഞ ചരിത്രമുണ്ട്. അന്ന് സ്വന്തം ചെലവിൽ 100 കണക്കിന് സ്വർണം മൂക്കുത്തികൾ പണി കഴിപ്പിച്ച് നമ്മളെ അമ്മ പെങ്ങന്മാരെ അണിയിച്ച് ഈ വരികളിലൂടെ ഒരു ജാഥ നടത്തിയ ആളാണ് ആറാട്ടുപുറ വേലായുധ പണിക്കർ. അദ്ദേഹം ക്ഷേത്രകാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അമ്പലത്തിൽ കയറിയിരുന്ന് അദ്ദേഹം ക്ഷേത്രകാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ പൂജാരിയോട് ചോദിച്ചു, ഒരു അവർണൻ ഈ ക്ഷേത്രത്തിൽ കയറിയാൽ എന്താണ് ശിക്ഷ എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, 101 പൊൻപണം നൽകണം, അതുകൂടാതെ 101 ചാട്ടവാറും അടിയും കൊള്ളണം. ഉടൻ തന്നെ 101 പൊൻപണം എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ ചാട്ടവാറടിയും കൊള്ളുവാൻ എന്നെ കിട്ടുകയില്ല എന്ന് പറഞ്ഞ് കുതിരപ്പുറത്ത് കയറി പാഞ്ഞു പോയി. പിന്നീട് വന്ന് ഒരു ക്ഷേത്രം നിർമ്മിച്ചു. അതാണ് ആറാട്ടുപുറ മംഗലത്ത ഇന്നുമുള്ള ശിവക്ഷേത്രം. ജാതിയുടെയും അനാചാരത്തിന്റെയും ഉച്ചനീചത്വങ്ങളുടെയും സവർണ മേധാവിത്വത്തിന്റെയും മതിൽക്കെട്ടുകൾ ഇവിടെ പാടെ തകർന്ന് വീണപ്പോ കേരളത്തിന്റെ നവോത്ഥാന മുന്നേറ്റത്തിന്റെ ശങ്കൊലി മുടങ്ങുകയായിരുന്നു. ജാതിഭേദം മതദേശം ഭേദമില്ല സർവരും എന്ന് സോദരത്തേന വാരുന്ന മാതൃകാ സ്ഥാനമേ എന്ന് പറയുവാൻ ആ കാലത്ത് ഗുരുദേവനല്ലാതെ മറ്റാർക്ക് സാധിക്കും? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന തത്വശാസ്ത്രത്തെ മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി എന്ന തത്വശാസ്ത്രത്തെ, സ്നേഹം എന്ന നന്മ എന്ന ആ വലിയ തത്വശാസ്ത്രത്തെ, ആ ഗുരുവചനങ്ങൾക്ക് മുൻപ് ഞാൻ എൻ്റെ ശിരസ് നമിക്കുന്നു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.